ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അടുക്കളയിൽ തളയ്ക്കപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി അക്ഷരങ്ങളുടെ കോലായിൽ ഒന്നിച്ചിരിക്കാൻ അവസരമൊരുക്കുകയാണ് ഗ്രീൻ പാലിയേറ്റീവ്. കുടുംബ ചുമതല തലയിൽ പേറേണ്ടി വരുന്ന സ്ത്രീകളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ സ്വതന്ത്ര വേദിയൊരുക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അഭിപ്രായം പറഞ്ഞതിന് BJP നേതാക്കൾക്കെതിരെ കേസെടുത്തത് അപലപനീയമെന്ന് PS ശ്രീധരൻപിള്ള. CPIMന്റെ രാഷ്ട്രീയ അന്ത്യമടുത്തു എന്നും രൂക്ഷ വിമർശനം. അടുക്കളയിൽ നിന്നും വീട്ടമ്മമാരെ അരങ്ങിലെത്തിച്ച് ഗ്രീൻ പാലിയേറ്റീവ്. പ്രമുഖ എഴുത്തുകാരികളുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാർക്കായി ശില്പശാല കോഴിക്കോട്ട്. ഗ്രാസിംഗ് ഭൂമിയിൽ ബിർളയ്ക്ക് യാതൊരു അവകാശവുമില്ലെന്ന് AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ. ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് പുതിയ വ്യവസായം തുടങ്ങാൻ ആവശ്യപ്പെട്ട് മെയ് 20-ന് മാവൂരിൽ ബഹുജന സംഗമം. വിശദമായ വാർത്തകളിലേക്ക്. സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന് BJP നേതാക്കൾക്കെതിരെ കേസെടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത അടിയന്തരാവസ്ഥ കാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള. CPIMന്റെ രാഷ്ട്രീയ അന്ത്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നേതാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നിൽ CPIMന്റെ ആസൂത്രിതമായ സ്ട്രാറ്റജി ഉണ്ട്. BJPയുടെ മുന്നേറ്റത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ CPIMന് കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ രാജ്യത്താകമാനം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെ കേസിൽ കുടുക്കി BJPയുടെ സംഘടനാ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കാനാണ് CPIMന്റെ ആസൂത്രിത നീക്കം എന്നും ഇങ്ങനെയാണെങ്കിൽ ഒരു CPIM പ്രവർത്തകനും പുറത്തിറങ്ങുകയും പ്രസംഗിക്കുകയും ഇല്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കേസുകളിൽ 153, 153A വകുപ്പുകൾ ചുമത്താൻ കഴിയില്ല. പ്രാഥമിക പരിശോധനകൾ പോലും കേസിനെ സംബന്ധിച്ച് ഉണ്ടായില്ല. CPIMന് എതിരെ അഭിപ്രായം പറഞ്ഞതിന് തനിക്കെതിരെയും കേസെടുക്കണമെന്നും CPIMന്റെ രാഷ്ട്രീയ അന്ത്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, നമ്മുടെ ഓരോ ദിവസത്തെയും ട്വിറ്റർ ആയാലും ഫേസ്ബുക്ക് ആയാലും ആ നിലക്കുള്ള മേഖലകളിൽ വരുന്ന ഓരോ ദിവസവും നിങ്ങൾ എന്നെ കൂട്ടിരിക്കുന്ന ഈ എൻ്റെ കൊച്ചനുജത്തിമാരൊക്കെ വായിക്കുന്നതല്ലേ? എന്തെങ്കിലും ഒരു അക്കരായിട്ട് കേസെടുത്തു. എന്തായി BJPക്കാർ 3 പേര് ഒരേ ദിവസം ഇടുത്തി പോലെ സ്വർഗത്തിൽ നിന്ന് ആരോ എന്താ കാർൽ മാർക്സ് അവിടുന്ന് പറഞ്ഞോ ഇന്നാണ് ചെയ്യണമെന്ന്? എഴുത്തും വായനയും സർഗപരമായ കഴിവുകളും കൈയൊഴിയേണ്ടി വന്ന വീട്ടമ്മമാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയാണ് പരിസ്ഥിതി മനുഷ്യാവകാശ കൂട്ടായ്മയായ ഗ്രീൻ പാലിയേറ്റീവ്. വീട്ടമ്മമാർക്കായി അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയ്ക്ക് കോഴിക്കോട്ടെ പ്രമുഖ എഴുത്തുകാരികൾ നേതൃത്വം നൽകി. അടുക്കളയുടെ തിരക്കുകളിൽ നിന്ന് മാറി അക്ഷരങ്ങളുടെ കോലായിൽ ഒന്നിച്ചിരിക്കാനും എഴുത്തും വായനയും തിരിച്ചുപിടിക്കാനുമായി അണിചേരുകയാണ് ഒരു കൂട്ടം വീട്ടമ്മമാർ. പരിസ്ഥിതി മനുഷ്യാവകാശ കൂട്ടായ്മയായ ഗ്രീൻ പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിലാണ് എഴുത്തിലും വായനയിലും താൽപര്യമുള്ള വീട്ടമ്മമാർക്കായി കോലായ എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ എഴുത്തുകാരിയും അധ്യാപികയുമായ സാഹിറ റഹ്മാൻ നേതൃത്വം നൽകി. എഴുത്തുകാരികളായ ആര്യ ഗോപി, ഷായിന K റഫീഖ്, ഡോക്ടർ ഷബ്ന S എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസ് എടുത്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30-ലധികം വീട്ടമ്മമാരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. കുടുംബിനികളായി മാറുന്നതോടെ എഴുത്തും വായനയും സർഗപരമായ കഴിവുകളും കൈയൊഴിയേണ്ടി വരുന്നവർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു നൽകുകയാണ് ശില്പശാലയുടെ സുപ്രധാന ലക്ഷ്യമെന്ന് കോർഡിനേറ്റർ റാഫിയ ഷെറിൻ പറയുന്നു. സാധാരണ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തുകളൊക്കെ പൊടി തട്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ അത് അങ്ങനെ നിലം പതിച്ച് പോവുകയാണ്, മാഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ മറഞ്ഞു പോവുകയാണ്. അതൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങൾ അവരുടെ നിസ്സഹായതകൾക്ക് വേദനകൾക്ക് കൂട്ടാവാൻ വേണ്ടിയിട്ട് ഒരു പോളിഷിംഗ് വർക്ക്ഷോപ്പാണ് ഇത് ബേസിക്കലി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശില്പശാലയുടെ തുടർച്ചയായി വീട്ടമ്മമാരുടെ ഭാവനകൾക്ക് ചിറകു നൽകാൻ മാഗസിനുകൾ പുറത്തിറക്കും. തുടർന്നും ഇവർക്ക് എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഗ്രീൻ പാലിയേറ്റീവ് ഭാരവാഹികൾ.
സ്ത്രീകൾക്കും ഖുർആൻ പഠനം ഉറപ്പുവരുത്തിക്കൊണ്ട് SLRCയുടെ ആഭിമുഖ്യത്തിൽ 1ാം വർഷ വനിതാ വിഭാഗം ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫ്രാൻസിസ് റോഡിൽ ആരംഭിച്ച SLRC ലേഡീസ് വിംഗ് ഇസ്ലാം പണ്ഡിതൻ TP അബ്ദുൾ റസാഖ് ബാക്കഫി ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ ഖുർആൻ പഠനം സ്ത്രീകളിലേക്കും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 21 വർഷമായി പ്രവർത്തിച്ചുവരുന്ന SLRC 1ാം വർഷ വനിതാ വിഭാഗം ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം ഇസ്ലാം പണ്ഡിതനായ TP അബ്ദുൾ റസാഖ് ബാഗവി നിർവഹിച്ചു. ഏത് സാങ്കേതിക ഭാഷയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഭാഷയാണ് അറബിയെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഖുർആനിൽ പറയുന്ന തത്വങ്ങൾ ഓരോന്നും മറ്റു വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്കാൾ മൂല്യമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം ഖുർആൻ എന്താണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥം. ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലെ മനുഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളോടുകൂടെ സുരക്ഷിതമായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അറബി ഭാഷയിലാണ്. ഒരുപാട് ഭാഷാ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് രചിക്കപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭാഷാ ഗ്രന്ഥങ്ങൾ മറികടക്കപ്പെടുന്ന വിധം ഒന്നിലധികം ഗ്രന്ഥങ്ങൾ അതിനെ പിന്നിലാക്കി മുന്നോട്ട് വരുന്ന രീതിയാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വനിതകൾക്കുള്ള അവാർഡ് ദാനം T അബൂബക്കർ നന്മണ്ട നിർവഹിച്ചു. SLRC പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫ്, SLRC സെക്രട്ടറി BV അബ്ദുൽ അസീസ്, K ഇഫ്തിഖർ, P ഹാറൂൻ, ഉമ്മർകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. Third rank, Febina TC. Febina TC. PV. Febina TC. Anshila NP. Sumami PC. Jasila D. Fasila Shaji Rahman. Aisha MP, third rank. Shamshad P, third rank. മാവൂരിലെ ഗ്രാസിം ഫാക്ടറി ഭൂമി ബിർളയ്ക്ക് അവകാശപ്പെട്ടതല്ലെന്ന് AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ. ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തിരിച്ചെടുത്ത് പുതിയ വ്യവസായം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൽപരകക്ഷികളുണ്ടാകും, അത് പന്തുകളിൽ നടത്തുന്നവരുണ്ടാകും. ജീവകാരുണ്യ പ്രശ്നത്തിന്റെ പേരിൽ ഇന്നും ഈ കമ്പനിയിൽ നിന്ന് ഔദാര്യങ്ങൾ പറ്റുന്നവരുണ്ടാകും. കമ്പനിയുടെ 400 ഏക്കർ സ്ഥലത്തെ മേലാദായം പാട്ടത്തിനെടുത്ത് അതിന്റെ ആദായം പറ്റുന്നവരുണ്ടാകും. അങ്ങനെ പല താല്പര്യങ്ങളുള്ളവരില്ലേ. അവരൊരു പക്ഷേ ബിർളയ്ക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് 2 കൊല്ലം മുമ്പ് ഞങ്ങൾ സമരം നടത്തുന്ന സമയത്ത്. അങ്ങനെയുള്ള പല ആളുകളും ഉണ്ടാകും. സർക്കാർ അക്വയർ ചെയ്തതും സർക്കാർ അനുമതിയോടെ നൽകിയതുമായ 385 ഏക്കറോളം ഭൂമിയാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. വ്യവസായത്തിന് വേണ്ടി മാത്രം വിട്ടു നൽകിയതാണ് ഈ ഭൂമി. ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ പുതിയ പദ്ധതിയുമായി എത്തുമെന്ന് ബിർള മാനേജ്മെന്റ് കുപ്രചരണം നടത്തും. യഥാർത്ഥത്തിൽ ബിർളയ്ക്ക് ഈ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ലെന്നും ഭൂമി പൊതുജനങ്ങളുടേത് ആണെന്നും AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ പറഞ്ഞു. ഈ ഭൂമിയിൽ കാലത്തിന് അനുയോജ്യമായ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് AYF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെയ് 20 മാവൂർ ടൌണിൽ ബഹുജന സംഗമം നടത്തുമെന്നും ജില്ലാ സെക്രട്ടറി P ഗവാസ് പറഞ്ഞു. കായ്ച്ചു നിൽക്കുന്ന വെണ്ട, വഴുതന, പയർ, കയ്പ, ചീരകൾ പലവിധം. കണ്ണിനും മനസ്സിനും സുഖം തരുന്ന ഈ കാഴ്ച പാടത്തോ പറമ്പത്തോ അല്ല. കോഴിക്കോട് നഗരത്തിലെ പ്രധാന ആശുപത്രിയുടെ ടെറസിലാണ് ഈ പച്ചക്കറിത്തോട്ടം. ഒരു റിപ്പോർട്ടിലേക്ക്. ചികിത്സയ്ക്കൊപ്പം കൃഷിയിലും ഒരു കൈ നോക്കാനുള്ള ജീവനക്കാരുടെ പരിശ്രമമാണ് ഈ ജൈവ പച്ചക്കറിത്തോട്ടം. വിശ്രമ സമയങ്ങളിൽ ജീവനക്കാർ തന്നെ മുൻകൈയെടുത്ത് നട്ടുനനച്ചുണ്ടാക്കിയ തോട്ടം കോഴിക്കോട് സഹകരണ ആശുപത്രിയിലാണ്. കായ്ച്ചു നിൽക്കുന്ന വെണ്ട, തുടുത്ത വഴുതനങ്ങ, എരിവേറുന്ന പച്ചമുളക്, പടർന്നുകയറിയ പയർ, പച്ചപ്പ് പകർത്തിയ കയ്പ, വിവിധയിനം ചീരകൾ, ഇങ്ങനെ സമൃദ്ധമാണ് ജൈവ പച്ചക്കറിത്തോട്ടം. പ്രകൃതി സന്ദേശം പകർന്നു നൽകുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ തോട്ടത്തിന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള ഹരിതവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ആശുപത്രിയിൽ പച്ചക്കറിത്തോട്ടം വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങളും ശ്രമിച്ചു വരുന്നത്. ഡോക്ടർമാരും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഒന്നിച്ചു ചേർന്നാണ് കൃഷി നട്ടത്. ഗ്രോ ബാഗുകളിൽ ചെറിയ ചാക്കുകളിലായാണ് ആശുപത്രിയുടെ ടെറസിൽ 200ഓളം ഇനങ്ങൾ വളർത്തിയിട്ടുള്ളത്. 2 മാസം മുൻപ് തുടങ്ങിയ കൃഷിയിൽ ആദ്യമായി പറിച്ചെടുത്ത പച്ചക്കറികൾ ആശുപത്രിയുടെ നഴ്സിംഗ് സ്കൂളിലെ ക്യാന്റീനിൽ ഇതിനോടകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. വേനൽച്ചൂടിൽ കൃഷിക്കായുള്ള വെള്ളത്തിനും ജീവനക്കാർ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി ആശുപത്രിയിൽ ദിവസേന ഉണ്ടാകുന്ന മലിനജലം 2 ലക്ഷം ലിറ്റർ സംഭരണം ശേഷിയുള്ള പ്ലാന്റിൽ ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ ശുദ്ധീകരിച്ച ജലമാണ് കൃഷിക്കും ശുചിമുറിയിലും ഉപയോഗിക്കുന്നത്.
കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സഹകരണ ആശുപത്രിയുടെ വികസനം. മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ബയോഗ്യാസ് പ്ലാന്റ്, സോളാർ പ്ലാന്റ് എന്നിവയും ആശുപത്രി കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വികസനം, ചികിത്സ, പരിസ്ഥിതി സൌഹൃദം തുടങ്ങിയ മേഖലകളിൽ ഒന്നാമതെത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ. ജില്ലാ വാർത്തകൾ കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരുക്കുന്ന പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സോ? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ ലഭിക്കുന്ന പരാതികളിൽ ഏറെയും പോലീസിനെതിരെ ആണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ പി മോഹനദാസ് നീതി നിഷേധങ്ങളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലെത്തുന്ന പരാതികളിൽ 25% പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടവയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ പി മോഹൻദാസ് അഭിപ്രായപ്പെട്ടു. പീപ്പിൾസ് ആക്ഷൻ കൌൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ ആഭിമുഖ്യത്തിൽ നീതി നിഷേധങ്ങളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നടത്തിയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്തൊട്ടാകെ 1000-ലധികം പരാതികളാണ് ലഭിച്ചത്. മികച്ച പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർ സേനയിലുണ്ടെങ്കിലും ചിലരുടെ മോശം പെരുമാറ്റം പോലീസ് സംവിധാനത്തെ മൊത്തത്തിൽ അവമതിപ്പുണ്ടാക്കുകയാണ്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അദാലത്തിലൂടെ 1 കോടി രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന കളക്ടറുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ബ്ലോക്ക് തല പ്രസിഡന്റ്, സെക്രട്ടറിമാര്, BDOമാര്, വില്ലേജ് ഓഫീസർമാര്, ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികൾ എല്ലാവരും കൂട്ടായി ചേർന്ന് വലിയ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതിനെതിരെ പ്രതികരിക്കാനും നടപടികളെടുക്കാനും മുന്നോട്ട് പോകുന്ന വാർത്ത ഞാൻ വായിച്ചു. പ്രസിഡന്റ് എസ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷം വഹിച്ചു. PJ കുര്യൻ, ഇളയടത്ത് വേണുഗോപാൽ, PT മോഹൻകുമാർ, കമാൽ വരദൂർ, സിസിലി നെൽസൺ, KM ഖാദിരി, ജോയ് എബ്രഹാം, MAI റാവുത്തർ, ചെറിയാൻ തോട്ടുങ്കൽ എന്നിവർ സംസാരിച്ചു. മലബാറിലെ പ്രകൃതി പരിസ്ഥിതി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. മെയ് 20 നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ ചലച്ചിത്ര നടൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർ മെയ് 20 നളന്ദ ഓഡിറ്റോറിയത്തിൽ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും സാധ്യതകളും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിക്കും. പ്രഗത്ഭ വ്യക്തികൾ സംസാരിക്കുന്ന സെമിനാർ പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ലോ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ തിലകാനന്ദൻ വിഷയം അവതരിപ്പിക്കും. ജലസ്രോതസ്സുകൾ വറ്റിയും ബാക്കി വന്ന വനങ്ങളില്ലാതാക്കിയും ഭാവിയിൽ പ്രകൃതിയിൽ സംഭവിക്കാവുന്ന ദുരന്തങ്ങളുടെ നിവാരണത്തിനായുള്ള അന്വേഷണമായാണ് സെമിനാർ നടക്കുന്നതെന്ന് തായാട്ട് ബാലൻ, VA രവീന്ദ്രൻ, TV രാജൻ തുടങ്ങിയവർ പറഞ്ഞു. വഴിയോരങ്ങളെ വർണ്ണാഭമാക്കി നാടെങ്ങും ഗുൽമോഹർ പൂത്തുലഞ്ഞു.
കടുത്ത വേനലിൽ നയനമനോഹര വിരുന്നൊരുക്കി ചുവന്ന പൂക്കളാൽ തണലൊരുക്കുകയാണ് ഗുൽമോഹർ മരങ്ങൾ. പ്രണയത്തിന്റെയും വിപ്ലവത്തിന്റെയും പ്രതീകമായാണ് ഗുൽമോഹറിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതുതന്നെയാവാം ചുട്ടുപൊള്ളുന്ന വേനലിലും നാടെങ്ങും ചുവപ്പ് പരത്തി ഗുൽമോഹർ പൂത്തുലയുന്നത്. വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇല പൊഴിക്കുകയും ചെയ്യുന്നതാണ് ഗുൽമോഹറിന്റെ പ്രത്യേകത. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നയനമനോഹര വിരുന്നൊരുക്കി ഇത്തവണയും ഗുൽമോഹർ വഴിയോരങ്ങളെ വർണ്ണാഭമാക്കുന്നു. അലസിപ്പൂമരം, മദിരാശിമരം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. നല്ല സൂര്യപ്രകാശം ആവശ്യമാണിവയ്ക്ക്. പരന്ന പച്ചത്തലപ്പും മധുനിറയെ ചുവന്ന പൂക്കളുമായി നിൽക്കുന്ന അലസിപ്പൂമരം അലങ്കാരവൃക്ഷമായി ഭാരതത്തിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി. കേരളത്തിൽ കാട്ടിലും നാട്ടിലുമായി ഈ മരം ധാരാളമായുണ്ട്. പരമാവധി 10 മീറ്ററിലധികം ഉയരത്തിലേക്ക് മാത്രം വളർന്ന് പിന്നീട് തലപ്പ് വളർന്ന് പന്തലിക്കുന്നതാണ് ഗുൽമോഹറിനെ ഇത്ര മനോഹരമാക്കുന്നത്. വഴിയോരങ്ങളിൽ തണൽ തേടിയെത്തുന്നവർക്ക് ചുവന്നു പടർന്ന പന്തലൊരുക്കുകയാണിവ. ചുട്ടുപൊള്ളുന്ന വേനലിലും ചുവന്ന വസന്തം പരത്തുകയാണ് ഗുൽമോഹർ. പ്രണയത്തിന്റെയും വിപ്ലവത്തിന്റെയും പ്രതീകമായ ഗുൽമോഹർ എക്കാലത്തും പൂത്തുലയട്ടെ. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുണിമ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. പുതിയ കാലത്തിൽ OV വിജയന്റെ കൃതികളുടെ പുനർവായന ഉണ്ടാകണമെന്ന് KEN കുഞ്ഞഹമ്മദ്. OV വിജയൻ വായന പുനർവായന പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാഹിത്യ ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിസ്മയത്തിൽ ഉന്മത്തരായ പ്രതിഭകൾ എഴുതിയ പഠനങ്ങളാണ്, പ്രബന്ധങ്ങളാണ് ഇതിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു പഠനത്തിന് കാലമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതേക്കുറിച്ചുള്ള ഒരു സംവാദം ആരംഭിക്കാൻ പലവിധ കാരണങ്ങളാൽ പ്രയാസമായ ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഗദിജ മുംതാസ് പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ PK പോക്കർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഭാസി മലപ്പറമ്പ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. OV വിജയന്റെ സാഹിത്യ പ്രപഞ്ചം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ V സുകുമാരൻ പ്രഭാഷണം നടത്തി. ഡോക്ടർ NM സണ്ണി, PK പാറക്കടവ്, KG രഘുനാഥ്, TP മമ്മു, വിജയൻ കോടഞ്ചേരി, M സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് റിയാസ് മൗലവി കൊല നടന്ന് 2 മാസം പിന്നിട്ടിട്ടും ഡോക്ടർ ശ്രീനിവാസൻ IPSന്റെ കീഴിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാവുകയാണെന്ന് SDPI. വലിയ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം മദ്യപാനികളുടെ കൈപ്പിഴയായി ചുരുക്കി സംഘപരിവാർ പങ്കാളിത്തം മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അന്വേഷണ സംഘം പ്രതികളുടെ അഭിഭാഷകർ പറഞ്ഞു കൊടുക്കുന്നതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയല്ലാതെ വധത്തിനു പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. തികച്ചും ദുരൂഹവും വാസ്തവവിരുദ്ധവുമായ കാര്യങ്ങളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നും SDPI ഭാരവാഹികൾ പറഞ്ഞു. കൊലയ്ക്ക് പിന്നിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള സംഘപരിവാറിന്റെ ഉന്നത നേതാക്കന്മാരടക്കമുള്ളവരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. റിയാസ് മൗലവി വധം സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കുന്നതിനുള്ള RSSന്റെ ആസൂത്രിത നീക്കമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. റിയാസ് മൗലവി വധത്തിന് പ്രേരണ നൽകുകയും ഗൂഢാലോചന നടത്തുകയും ആസൂത്രണത്തിൽ പങ്കുവഹിക്കുകയും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുകയും പ്രതികളെ രക്ഷിക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI മെയ് 20 കോഴിക്കോട് ഉത്തരമേഖല ADGP ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. മാർച്ച് കോഴിക്കോട് സ്റ്റേഡിയം പരിസരത്ത് സംസ്ഥാന പ്രസിഡന്റ് P അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്ന് P അബ്ദുൾ ഹമീദ്, മുസ്തഫ കൊമേരി തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ.
കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഇരുണ്ട സത്യങ്ങളെ വരച്ചുകാട്ടി CK കുമാരന്റെ സോറോഫുൾ ജേണി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ആരംഭിച്ചത്. നിറങ്ങൾ കൊണ്ട് ആവിഷ്കരിക്കാനാവാത്തവണ്ണം ഇരുണ്ട സത്യങ്ങളാണ് CK കുമാരൻ പേരാമ്പ്രയുടെ ചിത്രങ്ങൾ. ഗർഭിണിയായ വിദ്യാർത്ഥിനി മുതൽ സിറിയൻ തീരത്തടിഞ്ഞ അഭയാർത്ഥി ബാലൻ വരെ പ്രദർശനത്തിലുള്ളത് ഇരുണ്ട നിറങ്ങളായ കറുപ്പിലും വെളുപ്പിലുമാണ്. ബീജങ്ങളാൽ ചുറ്റപ്പെട്ട ബാഗേന്തിയ കൊച്ചു പെൺകുട്ടി, പട്ടിണിക്കോലമായ കുഞ്ഞിന്റെ മരണം കാത്തിരിക്കുന്ന കഴുകൻ എന്നിങ്ങനെ മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് തടയിടാനുള്ള പ്രതിഷേധം കൂടിയാണ് ചിത്രങ്ങളെന്ന് ചിത്രകാരൻ പറയുന്നു. സ്ത്രീകളും കുട്ടികളും ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളും ഇരകളാവുന്നതിനെ കുറിച്ചും, അതേപോലെ തന്നെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തിൻ്റെ ക്ഷാമം അത് ദുരുപയോഗപ്പെടുന്നതും ബോട്ടിലുകളായി മാറി സാധാരണക്കാരന് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദുരിതപൂർണമായ യാത്രയാണ്. ഞാൻ എൻ്റെ ചിത്രത്തിന് പേര് കൊടുത്തത് സോറോഫുൾ ജേണി എന്നാണ്. പുരുഷാധിപത്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതും ചൂഷണങ്ങൾക്ക് വിധേയയാകുന്ന സ്ത്രീകളും ചിത്രങ്ങളായി പിറന്നിരിക്കുന്നു. പുരുഷന്റെ അധീനതയിലുള്ള ഷർട്ട് സ്ത്രീയെ ചുറ്റിവരിയുന്ന കാഴ്ചയും ചിത്രങ്ങളിലുണ്ട്. ഇത്തരം കാഴ്ചകൾക്ക് പകരം പുതിയൊരു ലോകത്തിനായുള്ള കാത്തിരിപ്പിലാണ് ചിത്രകാരൻ. പ്രദർശനം 20-ന് സമാപിക്കും. അയൽവാസിയുടെ പീഡനങ്ങളിൽ മനംനൊന്ത് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ 80-കാരനായ പടിയറ ചെറിയാൻ. ഹൃദ്രോഗിയായ തനിക്ക് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടെ നടക്കുന്ന ഭീഷണികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ചെറിയാൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ താമസിക്കുന്ന പടിയറ ചെറിയാൻ ഒരു ജൈവ കർഷകനാണ്. നിരവധി പ്രാദേശിക അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. തനിക്ക് മാത്രം അവകാശപ്പെട്ട 4 ഏക്കർ 89 സെന്റ് സ്ഥലത്ത് ഭാര്യയോടും മകനോടുമൊപ്പം താമസിച്ച് കൃഷിയിലൂടെ ഉപജീവനമാർഗം തേടുന്നയാളാണ് ചെറിയാൻ. എന്നാൽ അയൽവാസിയും മക്കളും തനിക്കെതിരെ നിരന്തരം അതിക്രമങ്ങൾ നടത്തുകയാണെന്ന് ചെറിയാൻ പറഞ്ഞു. ഇതിന് പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയുമുണ്ട്. കുളത്തിൽ വിഷം കലർത്തി മീനുകളെ കൊന്നും, വീടിന്റെ ഗേറ്റ് തകർത്തും, കാർഷിക ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ചും, വളർത്തുനായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചും, പച്ചക്കറി കൃഷിക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തി വിപണനം തടസ്സപ്പെടുത്തിയും അതിക്രമങ്ങൾ തുടരുകയാണ്. എല്ലാത്തിനും കോടതിയിൽ കേസുകളുമുണ്ട്. ഇത്രയും പീഡനങ്ങൾ സഹിച്ച് തനിക്ക് ജീവിക്കാനാവില്ലെന്നും പാർട്ടിയുടെ ഒത്താശയോടെ അയൽവാസിയും മക്കളും ചേർന്ന് നടത്തുന്ന പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ചെറിയാൻ ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിൽ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ നിന്നെ തട്ടി കുറ്റിയടിപ്പുഴയിലൂടെ ഒഴിക്കുക പോലും ഒന്നും സംഭവിക്കാനില്ല എന്ന് ഇവർ പറഞ്ഞു. ഏത് സമയം വാക്കത്തി എടുത്തുകൊണ്ട് പോയി. ഞാൻ കൃഷിക്ക് നനയ്ക്കാൻ എടുക്കുന്ന പമ്പെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു, ഇനി അതിന് പോകണ്ട, നമ്മുടെ കൃഷി ഉണങ്ങിപ്പോയിക്കോട്ടെ. ഞാൻ ഒറ്റ രാത്രി പോലും സമാധാനമായിട്ട് ഇറങ്ങിയിട്ടില്ല. നിങ്ങളറിയാമോ, സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിലൊരുക്കി TBSന്റെ ബാക്ക് ടു സ്കൂൾ ബസാർ പ്രവർത്തനം തുടങ്ങി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ബസാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ പുസ്തകശാലയായ TBSൽ ബാക്ക് ടു സ്കൂൾ എന്ന പേരിൽ സ്കൂൾ ബസാർ ആരംഭിച്ചു. സ്കൂൾ തുറക്കുന്ന വേളയിൽ കുട്ടികൾക്ക് ആവശ്യമായ പ്രമുഖ കമ്പനികളുടെ നോട്ട് ബുക്കുകൾ, പെൻ, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, റെയിൻകോട്ടുകൾ, സ്കൂൾ ബാഗുകൾ എന്നിവയെല്ലാം TBSന്റെ വിശാലമായ താഴത്തെ നിലയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. കൂടാതെ ടോയ്സുകൾ, കഥാപുസ്തകങ്ങൾ എന്നിവയ്ക്കും പ്രത്യേക വിഭാഗവും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന ബസാറിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്ത് സാധനം വേണമെങ്കിലും TBSൽ അപ്പം എല്ലാവർക്കും ആ ഒരു ബോധം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തും ചോദിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ വർഷം ബാലട്ടൻ അത് പോരാ,
സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ടതില്ലായി. ഇവിടെ ഫ്ലോറൊക്കെ കയറി ഇറങ്ങി മുകളിലേക്കൊക്കെ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് വളരെ വിസ്തരിച്ച് താഴെ മുഴുവൻ എല്ലാം ഒരു കൊടക്കീഴിൽ എന്ന മാതിരി ഇപ്പം അങ്ങനത്തെ ഒരു ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. TBSൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രൊഫസർ KV തോമസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ K ശ്രീകുമാർ, റവറന്റ് ഫാദർ ജോർജ് ചേലക്കൽ, NE മനോഹർ, NE ബാലകൃഷ്ണ മാരാർ എന്നിവർ സംസാരിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർട്ട് കൊച്ചിയുമായി ഒരു ചിത്ര പ്രദർശനം. കൊച്ചിയിലെ യഥാർത്ഥ ജീവിതങ്ങൾ ഒപ്പിയെടുത്ത് ഷബാന ബഷീറാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശനമൊരുക്കിയത്. ഫോർട്ട് കൊച്ചിയിലെ യഥാർത്ഥ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണ് നിറങ്ങൾക്കപ്പുറത്ത് ചിത്ര പ്രദർശനം. ഫോർട്ട് കൊച്ചിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ ദുരവസ്ഥ ചിത്രങ്ങളിൽ കാണാം. ഇതുകൂടാതെ ചേരികളിൽ കഴിയുന്ന ജനതയുടെ മതമൈത്രിയും അവരുടെ ഇടുങ്ങിയ ജീവിതാവസ്ഥകളും ജീവിതത്തിലെ വർണ്ണഭേദങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കറുപ്പിലും വെളുപ്പിലുമായി ഒപ്പിയെടുത്തിരിക്കുകയാണ് ചിത്രകാരി ഷബാന. വിവിധ പ്രൊജക്ടുകളുടെ ഭാഗമായി പ്രവർത്തിച്ച 2.5 വർഷ കാലയളവിൽ പകർത്തിയ 25 ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷബാന ഷബീറിന്റെ ആദ്യ ഫോട്ടോ പ്രദർശനമാണ് ഇത്. സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള വേദിയായാണ് ഇത്തരം പ്രദർശനങ്ങളെ ഇവർ കാണുന്നത്. ഫറൂഖ് കോളേജിൽ അവസാന വർഷ BSc സുവോളജി വിദ്യാർത്ഥിനിയായ ഷബാന ആലുവ സ്വദേശിയാണ്. പ്രദർശനം മെയ് 21 സമാപിക്കും. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മഹത്തായ വ്യക്തിമുദ്ര പതിപ്പിച്ച CH ഇബ്രാഹിംകുട്ടി വിദ്യാഭ്യാസ മേഖലയിലേക്കും ശ്രദ്ധ ഊന്നുന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. ഇതിലൂടെ നാടിന്റെ ആകെ സമഗ്രമായ മാറ്റമാണ് ഈ മനുഷ്യസ്നേഹി ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ മാത്രമേ ഒരു ദേശത്തെ പുരോഗതിയിലെത്തിക്കാനാകൂ എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ മേഖലയിൽ തന്റേതായ അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ CH ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ അദ്ദേഹം ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. താൻ പഠിച്ചു വളർന്ന വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് ഉന്നത വിജയം നേടുന്ന കുട്ടികളെ അനുമോദിക്കുകയും അവരെ സഹായിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് സജ്ജരാക്കുവാനും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈ വർഷം SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് CH ഇബ്രാഹിംകുട്ടിയുടെ പിതാവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ CH കുഞ്ഞുമുഹമ്മദ് ഹാജി സ്മാരക പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡ് നൽകാൻ ഇത്തവണ എത്തിയത് കേരള വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആയിരുന്നു. റീസെറ്റ് എന്ന സഹകരണത്തോടെ വിജയാരവം എന്ന പദ്ധതിയും നടപ്പിലാക്കുമെന്ന് റീസെറ്റിന്റെ ചെയർമാൻ കൂടിയായ CH ഇബ്രാഹിംകുട്ടി പറഞ്ഞു. റീസെറ്റ് ടാലന്റ് ഹണ്ടിലൂടെ പഞ്ചായത്തിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 50 പേർക്ക് രാജ്യാന്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ പദ്ധതിയുണ്ട്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങി സഹൃദയരുടെ സഹകരണത്തോടെ പഠനം തുടർന്ന് SSLCയിൽ ഉന്നത വിജയം നേടിയ പ്രസൂണിനെയും ഇത്തവണ ചടങ്ങിൽ ആദരിച്ചു. നിലവിൽ റീസെറ്റ് പഞ്ചായത്തിലെ മിടുക്കരായ 150 കുട്ടികൾക്ക് പഠന സഹായം നൽകി വരുന്നുണ്ട്. അവാർഡ് ദാന ചടങ്ങിൽ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ആയിഷ അധ്യക്ഷം വഹിച്ചു. മുൻ പ്രധാനാധ്യാപകൻ കാപ്പിൽ ബാലകൃഷ്ണൻ, മുൻ MLA AK പത്മനാഭൻ എന്നിവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. അക്സ സദാത്ത് സ്റ്റേറ്റ് കോൺഫറൻസ് മെയ് 20 കോഴിക്കോട്ട് നടക്കും. ചടങ്ങിൽ അക്സയുടെ പ്രഥമ പുരസ്കാരം കൽത്തറ P അബ്ദുൽ ഖാദർ മദനിക്ക് സമ്മാനിക്കും. സാമുദായിക ഐക്യം തിരുകുടുംബത്തിലൂടെ എന്ന പ്രമേയവുമായി അക്സ സദാത്ത് സ്റ്റേറ്റ് കോൺഫറൻസ് മെയ് 20 ശനിയാഴ്ച കോഴിക്കോട്ട് വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് പരിപാടി നടക്കുക. പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനം, മജ്ലിസുൽ ഇജാബ, അഹ്ബാബു സദാത്ത് കോൺഫറൻസ്, ബൈത്തുൽ അക്സ താക്കോൽ ദാനം, റംസാൻ റിലീഫ് കിറ്റ് വിതരണം, ആനുവൽ കൌൺസിൽ മീറ്റ് തുടങ്ങിയവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jilavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഭിപ്രായം പറഞ്ഞതിന് BJP നേതാക്കൾക്കെതിരെ കേസെടുത്തത് അപലപനീയമെന്ന് PS ശ്രീധരൻപിള്ള. CPIഎമ്മിന്റെ രാഷ്ട്രീയ അന്ത്യമടുത്തു എന്നും രൂക്ഷ വിമർശനം. അടുക്കളയിൽ നിന്നും വീട്ടമ്മമാരെ അരങ്ങിലെത്തിച്ച് ഗ്രീൻ പാലിയേറ്റീവ്. പ്രമുഖ എഴുത്തുകാരികളുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാർക്കായി ശില്പശാല കോഴിക്കോട്ട്. ഗ്രാസിംഗ് ഭൂമിയിൽ ബിർളയ്ക്ക് യാതൊരു അവകാശവുമില്ലെന്ന് AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ. ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് പുതിയ വ്യവസായം തുടങ്ങാൻ ആവശ്യപ്പെട്ട് മെയ് 20 മാവൂരിൽ ബഹുജന സംഗമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.